നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, കഴിഞ്ഞ ദിവസമാണ് ഒരു നിർണായകമായ വാർത്ത പുറത്തു വന്നത്. അതായത് തടിയൻ്റെ ഇവിടെ നസീറിന് ജയിലിൽ ഫോൺ അടക്കം എത്തിച്ചു കൊടുത്ത ചിലരെ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് തീവ്രവാദത്തിന് വേണ്ടി ഒരാളെ പിടിക്കുക, അത് നമ്മുടെ ജയിലിൽ കഴിയുക, എന്നിട്ട് വീണ്ടും ഒരു സൈക്കോളജിസ്റ്റും ജയിൽ ഉദ്യോഗസ്ഥനും അടക്കമുള്ള ആളുകൾ കുടുങ്ങുക. വല്ലാത്തൊരു സമയമാണല്ലോ, വല്ലാത്തൊരു കാലമാണല്ലേ നമ്മൾ കടന്നു പോകുന്നത്. അല്ല, അതിനൊരു പുതുമയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തീവ്രവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പച്ച വെളിച്ചം എന്നുള്ള പേരിലെ പോലീസിന്റെ ഗ്രൂപ്പ് നമുക്കറിയാമല്ലോ, ഒരുപാട് വിവാദത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഇത് മാത്രമല്ല, നമ്മൾ 2012 കാലഘട്ടങ്ങളിൽ ബിജു സലീം എന്നുള്ള ഒരു പോലീസ് ഓഫീസറെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഡിസ്മിസ് ചെയ്യാണ് ചെയ്തത്. അത് എന്തിന്റെ പേരിലായിരുന്നു? പച്ച വെളിച്ചവുമായി ബന്ധമുണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രമല്ല, ആ ഉമ്മൻചാണ്ടി ഒരുപാട് വ്യക്തികളുടെ, അതും പ്രത്യേകിച്ച് ഈ പറയുന്ന സോ കോൾഡ് കമ്മ്യൂണിറ്റി പെടുന്ന വ്യക്തികളുടെ ഫോൺ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ആ ചുമതലപ്പെടുത്തിയത് മറ്റു വ്യക്തികൾക്ക് ഇദ്ദേഹം ചോർത്ത് നൽകുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അതേ തുടർന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന ഡിസ്മിസ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കുന്നു. അവരോട് ആരെയാണോ നിരീക്ഷിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് തന്നെ ഇത് ചോർത്തി കൊടുത്തു. അതിന്റെ പേരിലാണ് ആ ബിജു സലീം എന്നുള്ള വ്യക്തിയെ, പോലീസ് ഓഫീസറെ, ഈ പറയുന്ന സർവീസിൽ നിന്നുകൊണ്ട് ഡിസ്മിസ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, മൂവാറ്റുപുഴയിലൊക്കെ SDP-ക്കും പോപ്പുലർ ഫ്രണ്ടിനും ഈ പറയുന്ന പല വിവരങ്ങളും, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയ പല പോലീസ് ഓഫീസേഴ്സും നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന തീവ്രവാദത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരുപാട് കൂട്ടർ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന കമാൽ പാഷയൊക്കെ തന്നെ ഹിസ്ബുള്ളയെ വ്യാപകമായി പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരു സുരേഷ് ഗോപിയൊക്കെ അനുകൂലമായി സംസാരിക്കുകയും കുറേയധികം മാറ്റങ്ങൾ വരുത്തതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് നമ്മുടെ കാശ്മീർ ആക്രമണമൊക്കെ ബന്ധപ്പെട്ട്, ഓപ്പറേഷൻ സിന്ദൂറുമൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം കുറേ നിലപാടുകൾ സ്വീകരിച്ചു. അതെങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാലേ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. കാരണം പരസ്യമായി ഇതിനെ പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നതിലൂടെ എന്ന് വ്യക്തമായിരുന്നല്ലോ. അതുമാത്രമല്ല, മറ്റു പല വ്യക്തികളും, ഫസൽ ഗഫൂർ അടക്കമുള്ള വ്യക്തികൾ, ഞാനിപ്പോൾ ഓർമ്മ വരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പണ്ടത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, എങ്ങനെയാണ് നമുക്ക് ഭരണം പിടിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു. അദ്ദേഹം പോലും പുറമെ അദ്ദേഹമൊക്കെ മതേതരനായിട്ട് ചമയുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്. ഏതായിരുന്നാലും ഈ പറയുന്ന തടിയൻ്റെ ഇവിടെ നസീറിനെ ഇങ്ങനെ സഹായിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമൊന്നും നമുക്ക് തോന്നേണ്ടതില്ല. കാരണം തീവ്രവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ജനത തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാമല്ലോ, ഹമാസിന് ലഭിക്കുന്ന പിന്തുണയൊക്കെ നമുക്കറിയാമല്ലോ. യഹ്യ സിൻവർ ഉദ്ഘാടകനായി എത്തുന്നു. അതോടൊപ്പം തന്നെ ഹമാസിന്റെ പല നേതാക്കന്മാരെയും ആനപ്പുഴത്ത് എഴുന്നള്ളിക്കുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, ആളുകളെയൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്കറിയാം, ആ കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടന്നിട്ടുള്ള ആ ഒരു സമരത്തിൽ നമ്മൾ ആരുടെ പടമായിരുന്നു കണ്ടത്? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാപകമായിട്ടുള്ള ഒരു പിന്തുണ കേരളത്തിലുടനീളം ഉണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പരസ്യമായി കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തരുന്നു, അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ശങ്കരാടി പറയുന്ന പോലെ കൈ മാത്രമാണ്, കൈരേഖ മാത്രമാണ് ഉള്ളത് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ നമ്മൾ പറയുന്ന സമയത്ത് PDP എന്തോ വിശുദ്ധമായ പശുവാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അബ്ദുൽ നസർ മദനിയുമായിട്ട് ശ്രീ പിണറായി വിജയനൊക്കെ പരസ്യമായിട്ട് വേദി പങ്കിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതൊന്നും നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഒരു തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ ഒരു തീവ്രവാദ സ്ഫോടനം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പല തീവ്രവാദ സ്ഫോടനങ്ങളിലും കേരളത്തിൻ്റെ പങ്ക് നമുക്ക് വ്യാപകമാണ്. നമ്മളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പല സ്ഫോടനങ്ങളിലും നമുക്ക് 21 പേര് നമ്മളുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ISIS റിക്രൂട്ട്മെന്റ് മായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ചേക്കേറിയിരിക്കുന്നു. പിന്നെ ഓപ്പറേഷൻ PGN. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള വൻതരത്തിലുള്ള ഒരു ഫണ്ടും അതിനുള്ള പിന്തുണയും കേരളത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ചിലർ അത് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റു ചിലർ അതിനെ ബാക്കിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പ്രകടമാകാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മതത്തെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മതത്തെ ആക്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ നമ്മളെ പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അല്ല, ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനമൊക്കെ വന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് നമ്മളൊക്കെ എന്താണ് പറഞ്ഞത്? പല ഗുരുതരമായ കണ്ടെത്തലാണ് NIA നടത്തിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ നിരോധിച്ചപ്പോഴും ഇപ്പോഴും കമന്റ് ബോക്സുകളിൽ വന്ന് പോപ്പുലർ ഫ്രണ്ടിനെ ധൈര്യപൂർവ്വം അനുകൂലിക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയും. അല്ല, പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല നിരോധിച്ചിട്ടുള്ളൂ, SDP പോലുള്ള അവരുടെ രാഷ്ട്രീയ സംഘടന നിരോധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു എന്നുള്ളത് ഹെഡ് മാത്രമല്ലേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള അണിയറയിലുള്ള ഒട്ടേറെ പ്രവർത്തകർ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അവരുടെ നിലപാടിൽ വ്യത്യാസം വരുന്നില്ലല്ലോ, അവരുടെ ഐഡിയോളജിയിൽ വ്യത്യാസം വരുന്നില്ലല്ലോ. വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ.
അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹം കോയമ്പത്തൂർ ബ്ലാസ്റ്റിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ഈ പറയുന്ന തടിയൻവീര നസീർ എന്നുള്ളത് ബാംഗ്ലൂർ ബ്ലാസ്റ്റിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ആഗോള തീവ്രവാദ സ്ഫോടനങ്ങളിൽ കേരളത്തിൻ്റെ ഒരു പങ്ക് വ്യക്തമാക്കുന്നു. ഇതിനെ ആദരസൂചകമായി ഇതിനെ തുറന്നു കാണിക്കുന്ന ഒരു ചലച്ചിത്രമായിരുന്നു കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറി പോലും പല തിയേറ്ററുകൾ നമ്മുടെ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പോലും തയ്യാറായിരുന്നില്ല, അല്ലേ? കാശ്മീർ ഫയൽസ്. അപ്പോൾ ഈ പറയുന്ന തീവ്രവാദത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ തീവ്രവാദത്തെ അനുകൂലിച്ചുകൊണ്ട് അങ്ങനെ യാതൊന്നും ഇല്ല എന്ന് പരസ്യമായി തോന്നിപ്പിക്കുന്ന ഒരു ഒട്ടേറെ കൂട്ടം മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തിരുവനന്തപുരം നസീറിന് ഈ പറയുന്ന 3 വ്യക്തികളല്ല 4 വ്യക്തികൾ ഈ പറയുന്ന അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതിൽ വളരെ അത്ഭുതമില്ല. നമുക്കറിയാം, കുറച്ചു നാൾ മുമ്പാണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ മതപഠന ക്ലാസുകൾ പോലും സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില VC-മാർ, അതായത് ചില കോളേജുകളുടെ VC-മാർ, ചില സർവകലാശാലകളുടെ VC-മാരൊക്കെ സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ SFI നേതാക്കന്മാരൊക്കെ ഉയർത്തുന്നത് കണ്ടു. പക്ഷേ കാലങ്ങളായിട്ട് തീവ്രവാദത്തിനൊക്കെ പിടിച്ചകത്തിട്ട പല ആളുകളുമായിട്ട് വേദി പങ്കിടുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതൊരു പൊളിറ്റിക്കൽ പൊതുബോധമായി മാറിയിരിക്കുന്നു കേരളത്തിൽ, അല്ലേ? അത് യാഥാർത്ഥ്യമായിട്ടും ഒരു പൊളിറ്റിക്കൽ പൊതുബോധമായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ ഈ തീവ്രവാദത്തെ വെള്ളപൂശുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അവരതിനെ ചൂടുമാറ്റുന്നു. അതുകൊണ്ട് തന്നെ പലരും ഇതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ മടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതെല്ലാം സമൂഹത്തെ വളരെയേറെ പിന്നോട്ടടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തിനേറെ നമ്മുടെ ഈ പറയുന്ന കോൺട്രവേഴ്ഷ്യൽ പ്രീച്ചറായിട്ടുള്ള സക്കീർ നായിക്കിന് പോലും എന്തുമാത്രം പിന്തുണയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. നമ്മൾ ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്തുമാത്രം പിന്തുണയാണ് അദ്ദേഹത്തിന് പോലും ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലേ? അല്ല, സക്കീർ നായിക്ക് പലപ്പോഴും കേരളത്തെ വളരെ പുകഴ്ത്തുന്ന ഒരാളാണ്. കേരളത്തിൽ വന്നാൽ തിരിച്ചു പോരരുത് എന്നൊക്കെയാണ് ആളുകളോടും. അതെ, അദ്ദേഹം അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ്? കേരളത്തിൽ അതിനുള്ള ഹോട്ട്സ്പോട്ട് ഉണ്ട്. കേരളത്തിൽ അതിനുള്ള ഒരു തരത്തിലുള്ള സകല തരത്തിലും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. ഈ മതേതരത്വത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ മുഖംമൂടി മുന്നിൽ വെച്ചുകൊണ്ട് പലപ്പോഴും പല ആളുകളും ഒരു തീവ്രമായ പല കാര്യങ്ങളെയും നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അത് നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാരണം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മതതീവ്രവാദത്തെയോ മതതീവ്രവാദ ശക്തികളോടൊപ്പം കൂട്ടിക്കൊണ്ട് ആ വോട്ട് നേടാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പോലെ അധികാരത്തിലേക്ക് എത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അധികാരം അവർക്കൊരു മുഖ്യ അജണ്ട ആയതുകൊണ്ട് തന്നെ മതതീവ്രവാദത്തെ തള്ളി പറയുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ല, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല. ഈ അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയ ആളുകൾ, അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിന് വേണ്ടി വാദിക്കുന്ന വ്യക്തികൾ, നമുക്കറിയാം ബുർഹാൻ വാണിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ പാഷ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയിരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വൻതോതിലുള്ള പിന്തുണ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇറാനിലെ ഖമേനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് ഇറാനിയൻ കമ്മ്യൂണിസ്റ്റുകളെ കൊലപ്പെടുത്തിയ, കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള വ്യക്തിക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം എന്തുമാത്രം ഫാൻസ് ആണുള്ളത്. സദ്ദാം ഹുസൈന്റെ കാര്യത്തിൽ സദ്ദാം ഹുസൈൻ ഈ പറയുന്ന കുർദ് വംശഹത്യക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്ന വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്കും ഈ പറയുന്ന തീവ്ര ആശയങ്ങൾ നേരിടുന്ന വ്യക്തികൾക്കും വൻതോതിൽ ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇപ്പോൾ കൊമ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ പറയുന്ന പൂനെയിലും ഈ പറയുന്ന ലക്നൌവിലും അദ്ദേഹത്തെ വളരെ കരുത്തുറ്റ രീതിയിൽ ആദരിക്കുന്ന വ്യക്തികളാണ് ഒട്ടേറെ പേർ. പക്ഷേ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്തും ഇതൊരു മതത്തിനെതിരെ പറയുന്നു, അതിലൊരു വലിയ കാര്യമില്ലല്ലോ. അതായത് ഇപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഇരയാണ് മുസ്ലിങ്ങൾ എന്നാണ് അദ്ദേഹമൊക്കെ പറയുക. എൻ്റെ ഭാഷയല്ല, ആരിഫ് ഹുസൈൻ്റെ ഭാഷയാണ്. അപ്പോൾ അത് തരത്തിൽ ഇപ്പം എത്രയോ ഭൂരിപക്ഷം ഒരു പ്രശ്നവുമില്ലാത്ത നല്ലവരായിട്ടുള്ള നല്ല ഇസ്ലാമിക ആചാരങ്ങൾ പാലിച്ചു പോകുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള ഇസ്ലാമിക സഹോദരന്മാർ നമുക്കുണ്ട്. പക്ഷേ ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ഇത്തരത്തിലുള്ള വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഏറ്റവും ഭയാനകമായി കാണുന്നത്. ആ പൊതുബോധം വളർത്തിയെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് കടന്നു കയറി ശ്രമിക്കുന്നുണ്ട്. അല്ല, ജമാഅത്തെ ഇസ്ലാമി വളരെ വ്യക്തമായിട്ട് ചേർന്നുകൊണ്ടാണല്ലോ അവരുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ വണ്ണൊക്കെ വളരെ ശക്തമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നു, അതിന് വലിയ പ്രചാരണം ലഭിക്കുന്നു. മാധ്യമം പത്രം വളരെ കരുത്തുറ്റ രീതിയിൽ അവരും അവരുടെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒട്ടേറെ വിദ്യാർത്ഥികളെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ CPM നേതാവായിട്ടുള്ള അലമരം കരീം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഒരു ഇന്റലക്ച്വൽ സെല്ലിനായിട്ട് ഒരു കൂട്ടര്, അതോടൊപ്പം തന്നെ അവരുടെ ആശയങ്ങൾ
താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് മാധ്യമരംഗം വഴി മറ്റൊരു കൂട്ടര്, പിന്നെ നമുക്കറിയാം പിന്നെ ഈ പറയുന്ന ഫിലിം രംഗത്തേക്കും അവർ കടന്നെത്തിയിരിക്കുന്നു. അതിലൂടെയും അവർ തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്നു. ഇപ്പോൾ അത് മാത്രമല്ല, നമുക്കറിയാം വേടൻ പോലുള്ള വ്യക്തിത്വങ്ങൾക്ക് പിന്നിലും ഇതേ സംഘടനകൾ തന്നെയാണ്. ആ ഒരു റിവേഴ്സ് കാസ്റ്റിസത്തിലേക്ക് നയിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് വേടന്റെ പോലുള്ള വ്യക്തികൾക്ക് പിന്നിലും ഇതേ സംഘടനകൾ തന്നെയാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്തായാലും തടിയൻ്റെ ഇവിടെ നസീറിനെ പോലുള്ള ആളുകൾക്ക് വേണ്ടി, ഇത്രയും തീവ്രവാദികൾക്ക് വേണ്ടി വലിയ സഹായങ്ങളൊക്കെ വീണ്ടും ജയിൽ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. എന്തായാലും അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.